അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല കിണ്ണം കാച്ചി PC ആണ്. അപ്പോൾ 4K ഒക്കെ എഡിറ്റ് ചെയ്യണോ എഡിറ്റ് ചെയ്യാം, അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഗെയിം ചെയ്യണോ ഗെയിം ചെയ്യാം, സ്ട്രീം ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയാലും പോളപ്പം PC ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു PC ബിൽഡിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ വിലകളൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു PC-ക്ക് അതെല്ലാം പോളപ്പം ഗ്രാഫിക്സ് കാർഡ് ഇടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു PC-ക്ക് അകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പ്രൊസസ്സർ ഏതാണെന്നോ. അപ്പോൾ AMDയുടെ Ryzen 7 5700X എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 8 കോർ 16 ത്രെഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി ഒക്കെ വരുന്നത് 3.4 GHz, ടെർബോ ഒക്കെ വരുന്നത് 4.6 GHz ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊസസ്സറാണ് ഇത്. കാര്യങ്ങളൊക്കെ നല്ല ഹാൻഡിൽ ചെയ്യും. അതായത് മൾട്ടി ടാസ്കിങ്ങും 4K ഒക്കെ നല്ല കിടിലുമായിട്ട് കിടന്ന് ഓടുന്ന ഒരു പ്രൊസസ്സറാണ്. പിന്നെ ഈ ഒരു പ്രൊസസ്സറിന് കുഴപ്പമൊന്നും ഇത് അത്യാവശ്യം ഇത് പഴുക്കും. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു കൂളർ വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ചൂടാവാൻ വിട്ടുകൊടുത്താൽ ശരിയാവത്തില്ല. അപ്പോൾ അത്യാവശ്യം തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡീപ്പ് കൂളിൻ്റെ AK400 എന്ന് പറയുന്ന ഒരു നല്ലൊരു കൂളറാണ്, എയർ കൂളറാണ്. അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ കൊടുക്കും നമ്മളെ പ്രൊസസ്സറിന്. അപ്പോൾ ഈ ഒരു കൂളർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഒന്നും വലിയ രീതിക്കൊന്നും കുറയുന്നതല്ല. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ മതി. 4K എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല VRM ഉള്ള ഒരു മദർ ബോർഡ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു B550യുടെ ORS Elite എന്ന് പറയുന്ന ഒരു മദർ ബോർഡ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ M.2 Nvme Gen 4 സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 2 M.2 Nvme സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വൈഫൈ വരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെയൊക്കെ ഒന്ന് ഒപ്പിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ വൈഫൈക്ക് വേണ്ടി നമുക്ക് വൈഫൈ കാർഡോ അല്ലെങ്കിൽ വൈഫൈയുടെ ഡോങ്കിളൊക്കെ ഉപയോഗിക്കാം. മദർ ബോർഡിൽ വരുന്നതൊക്കെ തന്നെ പോലെയൊക്കെ തന്നെ ഇരിക്കും. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈഫൈ നല്ല പെർഫോമൻസ് ആണ്. വൈഫൈ 6 ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അത് വൈഫൈ 6 ആക്കി മാറ്റാം. അടുത്ത നമ്മൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട റാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല 6 GB ഒക്കെ ഉള്ള ഒരു A-Data XPGയുടെ Spectrix D60 എന്ന് പറയുന്ന ഒരു നല്ല റാം കിട്ടും. 8 GB 2 സ്റ്റിക്ക് നമുക്ക് ഉപയോഗിക്കാം. 3200 MHz ഓടുന്ന നല്ല ഒരു റാമാണ്. അപ്പം 2 8 GB നമുക്ക് ഇതിനകത്ത് മേടിച്ചിടാം. മൊത്തം 16 ഇടാം. അപ്പോൾ ബാക്കി 2 റാം സ്ലോട്ടോടൊക്കെ ഉണ്ട്. ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് 32 ഒക്കെ ആക്കാം. അപ്പോൾ അങ്ങനെ റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റോറേജ് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ 1 TBയുടെ ഒരു WD Green SN350 എന്ന് പറയുന്ന ഒരു M.2 Nvme ആണ്. അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ വരുന്നുണ്ട്. 3400 2500 ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഗെയിം ലോഡാവുന്നതൊക്കെ നല്ല പടപട സ്പീഡിലൊക്കെ ലോഡാവും. എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം സ്മൂത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്റ്റോറേജാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് 1 TB മതി. പിന്നെ 1 TBയുടെ M.2 Nvmeയുടെ ഉള്ള സ്ഥലം അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പവർ സപ്ലൈ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 650 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ എടുക്കാം. 650 കിടക്കട്ട് നല്ലതാണ്. അതിൽ Ryzen 7 കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് 650 വാട്ടിൻ്റെ പവർ സപ്ലൈ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് AMDയുടെ RX 6600 XT എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. അത്യാവശ്യം നല്ല പൊളപ്പൻ ഗ്രാഫിക്സ് കാർഡ്. ഗെയിമിംഗ് മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് എടുക്കാം. അതല്ല നിങ്ങൾക്ക് 4K എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ RTX 3060 12 GB ഗ്രാഫിക്സ് കാർഡ് എടുക്കാം. രണ്ടും വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. രണ്ടും ഒപ്പമൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ഒരു ഇഷ്ടമൊക്കെ നോക്കി എടുക്കുക. AMD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒപ്പമൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗെയിമിങ്ങിൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ AMD ഗ്രാഫിക്സ് കാർഡ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കൊള്ളാം. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് ക്യാബിനറ്റ് വേണമല്ലോ, ഒരു PC കേസ് വേണമല്ലോ. അപ്പോൾ ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു ഐസ് 311 MT എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് ഉപയോഗിക്കുക. അപ്പോൾ എന്തിനാണ് ഈ ക്യാബിനറ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് 3 RGB ഫാൻ നേരത്തെ തന്നെ അതിനകത്ത് ഇട്ട് വരുന്നുണ്ട്. 3x120mm ഫാൻ വരുന്നുണ്ട്. 6GB ആണ്. പിന്നെ ബാക്കിൽ ഒരു റെയർ ഫാൻ എക്സോസ്റ്റും വരുന്നുണ്ട്. അപ്പം ഫാൻ അഡീഷണൽ കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം എല്ലാം കിട്ടുന്നതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കാതെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം 6GB കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയ അപ്ഗ്രേഡൊക്കെ ചെയ്യാം. ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ RTX 3060 Ti വേണമെങ്കിൽ എടുക്കാം. കുറച്ചുകൂടെ പെർഫോമൻസ് കയറും. പിന്നെ റാം ഇടാം, സ്റ്റോറേജും അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് അപ്ഗ്രേഡ് കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട മോണിറ്റർ നോക്കണ്ടേ. കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാംസങ്ങിൻ്റെ 24 ഇഞ്ചിൻ്റെ കെർവ് മോണിറ്റർ എടുക്കാം. ഇതൊരു പഴയ മോഡലാണ്, പക്ഷേ അത്യാവശ്യം കെർവാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോണിറ്റർ ആണ്. 60 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ചുകൂടെയൊക്കെ നല്ല ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AOCയുടെ ഈ കാണുന്ന 24 ഇഞ്ചിൻ്റെ IPS പാനൽ വരുന്ന നിങ്ങൾക്ക് ഒരു മോണിറ്റർ എടുക്കാം. കാര്യം IPS പാനലാകുമ്പോഴത്തേക്കും ഏത് സൈഡിൽ നോക്കിയാലും ഒരേ കളറൊക്കെ ആയിട്ട് കാണാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വ്യൂയിങ് ആംഗിളിൽ ഇഷ്യൂസ് ഒന്നും വരാൻ പോകില്ല IPS ആയതുകൊണ്ട്. പിന്നെ 75 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെസാമൗണ്ട് സപ്പോർട്ട് വരുന്നുണ്ട്. അതിനകത്ത് 8 millisecond ആണ് ഇതിൻ്റെ റെസ്പോൺസ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം 24 ഇഞ്ച് 10,000 രൂപയ്ക്ക് താഴെ 10,000 to 11,000 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന നല്ലൊരു മോണിറ്ററാണ്. ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിണ്ണ മോണിറ്ററാണ്. അടുത്ത കീബോർഡും മൗസ് നോക്കുകയാണെങ്കിൽ HPയുടെ KM300F എന്ന് പറയുന്ന ഒരു കീബോർഡ് ആൻഡ് മൗസ് കോംബോ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല RGB എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു കീബോർഡ് ആൻഡ് മൗസാണ്. മെംബ്രെയിൻ കീബോർഡാണ് കേട്ടോ. ഇത് മെക്കാനിക്കൽ അല്ല. ഇതിനകത്ത് 6400 DPI വരെ ഫാസ്റ്റ് സ്പീഡ് വരുന്നുണ്ട് മൗസിനകത്ത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൗസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ എല്ലാ കിണ്ണം PC. അപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൽ 6 തൊട്ട് 10 വരെ, ഓഗസ്റ്റ് 6 തൊട്ട് 10 വരെ നല്ല ഓഫർ വരെയാണ്. അപ്പോൾ കീബോർഡ് മൗസൊക്കെ വാങ്ങിക്കാനുള്ളവരൊക്കെ അതിൽ നോക്കി
വാങ്ങിക്കാം, മോണിറ്റർ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. എന്തായാലും ഞാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.